अस्सलाम वालेकुम रहमतुल्लाह। أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. आजकल हम देखते हैं कि जुल्म व बर्बरियत के जितने नमूने या वाक़यात हमें मुसलमान कहलाने वाले ഈ കാലഘട്ടത്തിൽ നാം ദ്രോഹത്തിന്റെയും മൃഗീയതയുടെയും എത്രയോ മാതൃകകളും സംഭവങ്ങളും കാണുന്നു. മുസ്ലിം എന്ന് പേര് വെച്ച് നടക്കുന്നവർ തന്നെ ഇவ்விധം പ്രവർത്തിക്കുന്നത്. അന്യരാജ്യങ്ങളിൽ ഇങ്ങനെയൊന്നും തന്നെ നടക്കുന്നില്ല. മറ്റു രാജ്യങ്ങളിൽ ചുരുക്കത്തിൽ ഇത്ര അധികം ഉണ്ടാകാറില്ല. ഇങ്ങനെ സംഭവിച്ചാൽ തന്നെ അമുസ്ലിം വികസിത രാഷ്ട്രങ്ങളിൽ വലിയ ശബ്ദം അതിനായി ഉയർത്തപ്പെടുന്നു. പ്രക്ഷോഭങ്ങളും അതിനോടനുബന്ധിച്ചുണ്ടാകുന്നു. ഈ അക്രമം സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്നാകട്ടെ, ഒരു വ്യക്തിയിൽ നിന്നാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിൽ ഒരു സംഭവം ഉണ്ടായി. ഇസ്ലാം जितना प्यार मोहब्बत और भाईचारे की तलकीन करता है, അവിടെ വലിയ പ്രക്ഷോഭങ്ങളും പ്രതികരണവും ഉണ്ടായി. എന്നാൽ ഇസ്ലാം ഉന്നതമായ സ്നേഹത്തിന്റെയും മമതയുടെയും സാഹോദര്യത്തിന്റെയും അധ്യാപനം നൽകുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിലെ മുസ്ലിം രാജ്യങ്ങളും അതുപോലെ ഇസ്ലാമിന്റെ പേരിൽ ഉടലെടുത്ത മറ്റ് ഗ്രൂപ്പുകളും പ്രസ്ഥാനങ്ങളും സംഘടനകളും സ്വന്തം താൽപര്യങ്ങൾക്കായി അല്ലെങ്കിൽ ശാന്തി സ്ഥാപിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പേരിൽ ഇവർ അക്രമം അഴിച്ചുവിടുന്നു. യഥാർത്ഥത്തിൽ ഇവർ ഇസ്ലാമിന്റെ അധ്യാപനത്തിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്നു. എന്നാൽ ഇക്കാലത്ത് ഇസ്ലാമിന്റെ പേരിൽ ശരീഅത്ത് സ്ഥാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എണ്ണമറ്റ കലാപകാരികളായ സംഘടനകൾ സ്ഥാപിതമായി കഴിഞ്ഞിരിക്കുന്നു. അവർ വിവിധ ഹിംസകൾ ചെയ്യുന്നത് ഒരു മനുഷ്യൻ കണ്ടാൽ
മനുഷ്യനാണോ അതോ മനുഷ്യരൂപത്തിലുള്ള जुल्म की एक ऐसी सूरत हमारे सामने आई മൃഗത്തേക്കാൾ മോശമായ വല്ല ജീവിയുമാണോ എന്നോർത്ത് അസ്വസ്ഥനാകുന്നു. बल्कि दरिंदगी കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ की बदतरीन मिसाल थी. ऐसी चीज जिससे നരഹത്യയുടെ മറ്റൊരു രൂപം നമ്മുടെ മുമ്പിൽ വന്നു. അത് വെറും അക്രമമായിരുന്നില്ല. इंसानियत चीख उठी. हर शख्स മൃഗീയതയുടെയും കൂട്ടക്കൊലയുടെയും മോശപ്പെട്ട മാതൃകയായിരുന്നു. അത് കണ്ട് മനുഷ്യന്റെ രോമകൂപങ്ങൾ എഴുന്നേൽക്കുന്നു. ഇത്തരം സംഭവത്തിൽ മനുഷ്യത്വം അലമുറയിടുന്നു. ഏതൊരു മനുഷ്യനിലാണ് മനുഷ്യത്വത്തിന്റെ അല്പമെങ്കിലും പ്രകാശമുള്ളത് അവർ അലമുറയിടുകയും അസ്വസ്ഥരാകുകയും ചെയ്തു. ഇത്തരത്തിൽ രക്തം കൊണ്ട് ഉത്സവം നടത്തുക എന്നത് ഇന്നേക്ക് 4.5 വർഷം മുമ്പ് ലാഹോറിലെ നമ്മുടെ പള്ളികളിലും നടമാടിയിരുന്നു. ഇവിടെയുള്ള ഒരു TV ചാനലിൽ BBC പാകിസ്ഥാനിൽ നടമാടിയ ഇത്തരത്തിലുള്ള മോശപ്പെട്ട സംഭവങ്ങളിലെ 5 എണ്ണത്തിൽ, അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ പാകിസ്ഥാനിൽ സംഭവിച്ചതിൽ ലാഹോറിലെ നമ്മുടെ മസ്ജിദുകളിൽ നടന്നതിനെ സംബന്ധിച്ചും പറയുകയുണ്ടായി. എന്തായാലും നമ്മുടെ ദുഃഖത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മേൽ ചെയ്യപ്പെട്ട അക്രമത്തിൽ സർക്കാർ വല്ല സഹാനുഭൂതിയും കാണിക്കണമെന്ന് ആഗ്രഹിച്ചില്ല. അനുകമ്പയോ കുറ്റബോധമോ തോന്നിയില്ല. അത് അവർ ചെയ്തുമില്ല. പൊതുജനങ്ങളും മൗലവിമാരുടെ ഭയത്താൽ പ്രതികരിച്ചില്ല. എന്നാൽ നാം അഹമ്മദികൾ മനുഷ്യരോട് സഹാനുഭൂതിയോടെ പെരുമാറുന്നവരാണ്. മനുഷ്യരിലുണ്ടാകുന്ന പ്രയാസങ്ങൾ കണ്ട് നാം അസ്വസ്ഥരാകുന്നു. ഇത് നമ്മുടെ സ്വന്തം രാജ്യം. ഏകദേശം എല്ലാവരും മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരാണ്. നമ്മുടെ ഹൃദയം പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിൽ അവരോടുള്ള ദയാവായ്പിൽ നിറഞ്ഞിരിക്കുന്നു. അവർക്കായി നാം വ്യാകുലരാണ്. ഞാൻ പറഞ്ഞതുപോലെ അവരോട് നമുക്ക് അനുകമ്പയാണ്. ഇവരിൽ നടമാടുന്ന ക്രൂരത കാണുമ്പോൾ നാം വ്യാകുലരാകേണ്ടതാണ്. വേവലാതിപ്പെടുകയും ചെയ്യുന്നു. ഇവർ പാകിസ്ഥാനി ആയതുകൊണ്ട് മാത്രമല്ല, നമ്മിൽ ഇവിടെ ഇരിക്കുന്ന അധികമാരുടെയും സ്വന്തം നാട്ടുകാർ എന്നത് മാത്രമല്ല, മുസ്ലിങ്ങളാണ്. ഈ സംഭവത്തിൽ നമ്മുടെ മുറിവ് വളരെ ആഴത്തിലായിരിക്കുന്നു. എന്തെന്നാൽ ഈ ഹിംസയുടെ ഇരയായിരിക്കുന്ന അധിക പേരും നിഷ്കളങ്കരായ കുട്ടികളായിരുന്നു. 5, 6, 7 വയസ്സ് പ്രായമുള്ള കുട്ടികളുണ്ടായിരുന്നു. 11, 12, 13 വയസ്സുള്ള കുട്ടികളും ഉണ്ടായിരുന്നു. ഇതിന് ഇടയിലുള്ളവരും ഷഹീദാകുകയുണ്ടായി. അത് 5, 6 വയസ്സുള്ള കുട്ടികളാണ്. അവർക്ക് ഒരുപക്ഷെ തീവ്രവാദം, മിതവാദം ഇവയെ സംബന്ധിച്ച് യാതൊന്നും അറിയാത്തവരാണ്. മുസ്ലിമോ അമുസ്ലിമോ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പോലും അറിയാത്ത കുട്ടികളാണ്. എന്നാൽ വളരെ നീചമായ രീതിയിൽ അവരുടെ ജീവൻ അപഹരിക്കപ്പെട്ടു. അല്ലാഹു എല്ലാവരെയും തന്റെ റഹ്മത്തിന്റെയും മഗ്ഫിറത്തിന്റെയും പുതപ്പ് അണിയിക്കുമാറാക്കട്ടെ. അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയുടെയും സമാധാനത്തിന്റെയും നാളുകൾ നൽകുമാറാകട്ടെ. ഈ കുട്ടികളെ അക്രമത്തിന് കുർബാനമാക്കാനുള്ള കാരണം പാകിസ്ഥാൻ സേനയോട് നാമധാരികളായ ശരീഅത്ത് നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രതികാരം വീട്ടിയതാണ്. ഇത് ഏത് ഇസ്ലാമാണ്? ഇത് ഏത് ശരീഅത്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധാവസരത്തിൽ അമുസ്ലിങ്ങളുടെ കുട്ടികളെയും സ്ത്രീകളെയും അവരുടെ മേൽ ആയുധം ഉയർത്തുന്നത് വളരെ ശക്തമായി നിരോധിച്ചിരുന്നു.
ഒരു ജൂതനായ കുട്ടിയെ വധിച്ചപ്പോൾ इसे कत्ल हो भी गया तो क्या हुआ? യുദ്ധവേളയിൽ സഹാബത്തിനോട് കാര്യം അന്വേഷിച്ചു. അപ്പോൾ സഹാബി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഇത് യഹൂദിയുടെ കുട്ടിയല്ലേ, ये मयार അറിയാതെ വധിക്കപ്പെട്ടാൽ തന്നെ എന്ത് ഉണ്ടാവാനാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് മനുഷ്യന്റെ നിഷ്കളങ്കനായ കുട്ടിയായിരുന്നില്ലേ? के മനുഷ്യത്വത്തിന്റെ करने के लिए പരിശുദ്ധിയെ കാത്തു സൂക്ഷിച്ച सल्लल्लाहु നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സ്വഭാവ വൈശിഷ്ട്യം നമുക്ക് കാണിച്ചു തരുന്നത് ഈ ഒരു നിലവാരമാണ്. और इस्लाम के नाम पर जुल्म करने वालों के ये अमल हैं. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ बहरहाल സ്വഭാവ സൗന്ദര്യം. जैसा कि मैंने कहा, എന്നാൽ ഇസ്ലാമിന്റെ പേരിൽ इस सफा का അക്രമം പ്രവർത്തിക്കുന്നവരുടെ പ്രവൃത്തി इंसान ने दुख का इजहार किया നാം സാധാരണമായി കണ്ടുവരുന്നു. थे या गैर मुस्लिम थे. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ यहाँ അതിഭയാനക ഹത്യയിൽ ഓരോ മനുഷ്യനും തങ്ങളുടെ ദുഃഖം പ്രകടിപ്പിച്ചു. जो कि इंग्लैंड ने മുസ്ലിമോ അമുസ്ലിമോ ആയിക്കൊള്ളട്ടെ. की औरत को बिशप बनाया, ഇവിടെ तकरीब हो रही थी. 2 ദിവസം മുമ്പ് अपनी तकरीब से पहले ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് वाकये पर दुख का इजहार തങ്ങളുടെ ആദ്യ സ്ത്രീയെ ബിഷപ്പായി തിരഞ്ഞെടുത്തു. അതിന്റെ ചടങ്ങ് നടക്കുകയായിരുന്നു. അവരും തങ്ങളുടെ ചടങ്ങുകൾക്ക് മുമ്പായി ഈ സംഭവത്തിൽ അനുശോചനം പ്രകടിപ്പിച്ചു. ഒരു നിമിഷത്തേക്ക് നിശബ്ദ പ്രാർത്ഥന അവരുടെ രീതിയിൽ നിർവഹിച്ചു. ഇത് പറയാനുള്ള കാരണം, എല്ലാ മനുഷ്യരും ऐलान किया, ഈ സംഭവത്തിൽ हम हैं, 1 2 വേദനിച്ചു. 3 4 तंजीमें മതം വേർതിരിക്കാതെ തന്നെ അതനുഭവപ്പെട്ടു. എന്നാൽ हमें इस बात पर മുസ്ലിം എന്ന് പറയുന്നവർ വളരെ അഭിമാനത്തോടെ 1-2 സംഘടനയല്ല 3-4 സംഘടനകൾ ഒത്തുചേർന്നുകൊണ്ട് बस हम ഈ അക്രമം ഞങ്ങളാണ് ചെയ്തതെന്ന് വിളംബരം ചെയ്തു. ഞങ്ങൾക്കതിൽ യാതൊരു നാണക്കേടുമില്ല. पर दुख का इजहार किया, अफसोस किया. और जैसा कि मैंने कहा ചെറിയ നിലയിൽ कि अहमदियों के दिल में तो കുലീനത പുലർത്തുന്ന മനുഷ്യൻ പോലും ഇതിൽ വിഷമം പ്രകടിപ്പിച്ചു, ज्यादा സഹതാപം കാണിച്ചു तो इंसानी എന്ന് നമുക്ക് മനസ്സിലാകുന്നു. दर्दी के ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അഹമ്മദിയുടെ ഹൃദയത്തിൽ तैयार रहने वाले മനുഷ്യന് വേണ്ടി जरा सी वाकया हो जाए, വേദന വളരെ ഔന്നത്യത്തിലാണ് നിലകൊള്ളുന്നത്. हमारे दिल पसीज. നാം मुझे कई खतूत मौसूल हुए कि इस वाकये से सारा മനുഷ്യരോടുള്ള സഹാനുഭൂതിക്ക് വേണ്ടി और तकलीफ में रहे. എല്ലാ സമയവും और ये തയ്യാറായിരിക്കുന്നവരാണ്. मेरा अपना ही हाल था. ചില സംഭവങ്ങൾ ഉണ്ടായാൽ നമ്മുടെ ഹൃദയം നുറുങ്ങുന്നതാണ്. और जब എനിക്ക് ചില കത്തുകൾ ലഭിച്ചു. അതിൽ ഈ സംഭവത്താൽ മുഴുവൻ സമയവും ഞങ്ങൾ വിഷമത്തിൽ जालिमों की പരിഭ്രാന്തിയിൽ കഴിച്ചുകൂട്ടി എന്ന് എഴുതിയിരിക്കുന്നു. ഇത് യാഥാർത്ഥ്യമാണ്. എന്റെ സ്വന്തം അവസ്ഥ अल्लाह ताला മുഴുവൻ ദിവസവും എന്റെ പ്രകൃതത്തിൽ वक्तों से വലിയ പ്രഭാവം ചെലുത്തപ്പെട്ടു. ഈ അവസ്ഥ ഉണ്ടായപ്പോൾ तमाम इस्लामी ममालिक को पाक करे. അക്രമിയുടെ നാശത്തിനായി ശാപപ്രാർത്ഥന പുറത്തുവരുന്നു. അള്ളാഹു ഈ അക്രമികളിൽ നിന്നും याद देखकर നീചരിൽ നിന്നും हुए जुल्म പെട്ടെന്ന് के जख्म भी രാജ്യത്തെ ശുദ്ധീകരിക്കട്ടെ. മാത്രമല്ല മുഴുവൻ ഇസ്ലാമിക രാജ്യങ്ങളെയും ശുദ്ധീകരിക്കുമാറാക്കട്ടെ. लेकिन ഈ സംഭവങ്ങൾ കണ്ടിട്ട് के लिए भी അഹമ്മദികളുടെ മേൽ ചെയ്യപ്പെട്ട അക്രമവും പുതുമ കൈവരിക്കുന്നു. अल्लाह ताला उन बच्चों को भी हौसला दे, सब എന്നാൽ और उन पर रहम फरमाए, ഈ നിഷ്കളങ്കരായവർക്കായി कफील हो जिनके माँ बाप നമ്മിൽ ശക്തമായ വേദന അനുഭവപ്പെടുന്നു. അള്ളാഹു कहा था ഏതൊരു കുട്ടികളിൽ നിന്നാണ് അവരുടെ മാതാപിതാക്കളെ അകറ്റിയത്, ആ കുട്ടികൾക്കും तकरीबन तमाम ക്ഷമയും സമാധാനവും കാരുണ്യവും लोगों का अलमिया है. അവരുടെ രക്ഷിതാവും ये ആയി അള്ളാഹു മാറട്ടെ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ इराक അക്രമപരമായ തീവ്രവാദം, അക്രമ സംഭവങ്ങളും ഏകദേശം മുസ്ലിം എന്ന് പറയുന്ന മുഴുവൻ രാജ്യങ്ങളിലും सबसे बड़ी സാധാരണ നടന്നു വരുന്നതാണ്. की बात ये ഇത് പാകിസ്ഥാനിൽ മാത്രമല്ല, ഇറാഖ്, സിറിയ, ലിബിയ ताला और उसके रसूल എന്നീ മുഴുവൻ രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും വലിയ അക്രമം ഇതാണ്. में ही हुकूमती और ഇത് എല്ലാം അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും പേരിലാണ് നടമാടുന്നത്. 1,30,000 के करीब लोग मारे गए. സിറിയയിലെ സർക്കാരിന്റെയും 600 സുന്നി പിശാദ് ചെയ്യുന്നവരും തയ്യാറാക്കിയ 3 से ज्यादा ഒരു റിപ്പോർട്ടിന്റെ शहरी मारे गए, അടിസ്ഥാനത്തിൽ जो जितनी मवात हुई.
30,000-ത്തിനടുത്ത് ആളുകൾ കൊല്ലപ്പെട്ടു. हजारों लोग ഇതിൽ 6,600 കുട്ടികളാണ് വധിക്കപ്പെട്ടത്. औरतों और അവിടെ പറഞ്ഞ മുഴുവൻ സംഖ്യയിൽ इसलिए मार दिया 1/3 കൂടുതൽ गोली से उड़ा दिया गया, നഗരവാസികളാണ് വധിക്കപ്പെട്ടത്. उनसे शादी करने से इनकार कर दिया था। ഐസി മുഖേന ആയിരക്കണക്കിന് ജനങ്ങൾ കൊല്ലപ്പെട്ടു. बाज राय के मुताबिक നൂറുകണക്കിന് സ്ത്രീകളെയും പെൺകുട്ടികളെയും जुल्मों और मौतों की तादाद വധിക്കാനും തോക്കിനിരയാക്കാനുമുള്ള കാരണം പറയപ്പെടുന്നത് അവർ ഇവരെ വിവാഹം കഴിക്കുന്നതിന് നിഷേധിച്ചു എന്നതാണ്. എന്നാൽ മറ്റു ചില അറിവുകളുടെ അടിസ്ഥാനത്തിൽ की हकीकत को समझने वाले മരണത്തിന്റെയും കൊലയുടെയും കണക്ക് ഇതിലും എത്രയോ അധികമാണ്. के नाम पर हो रहा है। ഈ മുഴുവൻ കാര്യങ്ങളും കാണുമ്പോൾ ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ഒരു മനുഷ്യന്റെ ബുദ്ധി इस्लामी तालीम के नाम ചിന്നിച്ചിതറുന്നതാണ്. എന്തെല്ലാമാണ് ഇസ്ലാമിന്റെ പേരിൽ ഉടലെടുക്കുന്നത്, നടമാടുന്നത്. खुदा के नाम पर हो रहा है, ഇത് കണ്ട് മനുഷ്യൻ പരിഭ്രാന്തനാകുന്നു. जो रऊफ और रहीम खुदा है। ഏത് ഇസ്ലാമിന്റെ അധ്യാപനം അനുസരിച്ചാണ് ഈ പ്രവർത്തികൾ ഉണ്ടാകുന്നത്? उस रसूल के नाम पर ये जुल्म हो रहा है। കൃപാലുവും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ പേരിലാണോ ഇതെല്ലാം സംഭവിക്കുന്നത്? എത്രമാത്രം കാരുണ്യദാതാവാണെന്ന് ചോദിക്കുന്നതായാൽ അത് നമ്മുടെ ചിന്തയ്ക്കും അപ്പുറമാണ്. दुश्मन से भी ദൈവം സർവ്വലോകത്തിനും കാരുണ്യമായി അയക്കപ്പെട്ട റസൂലിന്റെ പേരിലാണോ ഇതെല്ലാം നടമാടുന്നത്? कि या अय्युहा ശത്രുക്കളോടും നീതിബോധത്തോടുകൂടി ബന്ധം പുലർത്തുകയെന്ന് താക്കീത് നൽകുന്ന ശരീഅത്തിന്റെ പേരിലാണോ ഇതെല്ലാം ചെയ്യപ്പെടുന്നത്? मोमिन अला अल्लाह तादिलु അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു अक़रबु लित्तक़वा കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്തി വലാ യജ്രിമന്നകും ശനാഅനു ഖൗമിൻ അലാ അല്ലാ തഅദിലു इंसाफ की ताईद में गवाह बन जाओ। എഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ വത്തഖുല്ലാഹ इस बात पर आमादा ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. വിശ്വസിച്ചവരെ, करो, ये तकवा के നിങ്ങൾ നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരായി അള്ളാഹുവിനു വേണ്ടി നിലകൊള്ളുക. अल्लाह उससे हमेशा बाखबर रहता है। ഒരു സമുദായത്തോടുള്ള വിരോധം അവരോട് നീതി പാലിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. നിങ്ങൾ എപ്പോഴും നീതി പാലിക്കുക. അത് ദൈവഭക്തിയുമായി ഏറ്റവും അടുത്തതാണ്. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിവുള്ളവനാണ്. एक मोमिन के लिए ऊंचा कर रहा है। अगर ये ഇവിടെ അള്ളാഹു मान नहीं किसी നീതിയുടെ നിലവാരത്തെ इंसाफ ഒരു സത്യവിശ്വാസിക്കായി पर तुम्हें ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഇതില്ലെങ്കിൽ വിശ്വാസമില്ല. इंसाफ की तालीम में ऐसी ഏതെങ്കിലും സമൂഹത്തോടുള്ള ശത്രുത कि इस्लाम നീതിയും रसूल तालीम दुनिया पर जाहिर हो जाए നീതിയുടെ നിലവാരത്തിൽ നിന്ന് താഴേക്ക് പതിക്കാൻ കാരണമായി മാറരുത്. और नेकी के नमूने ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനം रसूल तालीम ഭൂമിയിൽ പ്രകടമാകുന്ന രീതിയിൽ നീതിയുടെ കാര്യത്തിൽ മാതൃക പ്രദർശിപ്പിക്കുക. നിങ്ങളുടെ നീതിയുടെയും നന്മയുടെയും മാതൃക ഇസ്ലാമിന്റെ മനോഹര അധ്യാപനത്തിന് വളമായി തീരേണ്ടതാണ്. इस्लाम ആരുടെയും വിരൽ ഇസ്ലാമിന്റെ അധ്യാപനത്തിന് നേരെ നീളുന്നതാകരുത്. इन लोगों അഹോ കഷ്ടം! ഈ മുസ്ലിം എന്ന് പറയുന്നവരുടെ മാതൃക को भी दूर ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിലേക്ക് जिन बच्चों അമുസ്ലിങ്ങളെ ആകർഷിക്കുന്നതാണോ? जुल्मों बर्बरी ഇവരുടെ പ്രവർത്തികൾ बनते देखा है, क्या സ്വന്തമായവരെയും വിദൂരപ്പെടുത്തുന്നതാണ്. और अगर समझेंगे തങ്ങളുടെ സഹപാഠിയെ तो ये सवाल അക്രമത്തിലും ക്രൂരതയ്ക്കുമിരയായി എന്ന് കണ്ട ഈ കുട്ടികൾ ഇവരെ മുസ്ലിമെന്ന് കരുതുമോ? बस ये लोग അങ്ങനെ ഇനി അവർ കരുതുകയാണെങ്കിൽ और कत्ल वारत नहीं कर रहे, അവരുടെ മനസ്സിൽ ഈ ചോദ്യം ഉദിക്കുന്നതാണ്, നാം വിശ്വസിക്കേണ്ട ഇസ്ലാം ഇതാണോ? इस्लाम से दूर लेकर जा रहे हैं। ഇവർ പ്രത്യക്ഷ നിലയിൽ കൊലയും കൊള്ളിവെപ്പുമല്ല നടത്തുന്നത്, जिन्होंने മറിച്ച് जिहाद और फिरका ഇനി ഉണ്ടാകുന്ന തലമുറയെയും നശിപ്പിക്കുകയാണ്. അവരെ ഇസ്ലാമിൽ നിന്ന് വിദൂരപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ മുസ്ലിം ഉലമാക്കൾ എന്ന് പറയുന്നവർ अपनी नस्लों को हकीकी इस्लाम ജിഹാദിന്റെയും बताने वाले बने സംഘടനകളുടെയും പേരിൽ और इन शिद्दत पसंद ग्रोहों की ഈ തീവ്രവാദ സമൂഹത്തിന് ജന്മം നൽകിയവർ इस्लामी तालीम തങ്ങളുടെ കിബിലയെ ശരിയാക്കിക്കൊണ്ട് इस्तेमाल करें തങ്ങളുടെ സന്തതികൾക്ക് യഥാർത്ഥ ഇസ്ലാം പഠിപ്പിക്കുന്നവരായി മാറിയിരുന്നെങ്കിൽ के जमाने के ഈ തീവ്രവാദ സംഘത്തിന്റെ എതിരിൽ हकीकी इस्लाम യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനത്തിന്റെ ആയുധം പ്രയോഗിക്കുന്നവരായിരുന്നെങ്കിൽ. എന്നാൽ ഇത് സാധ്യമാകുന്നതാണ്.
കാലത്തിന്റെ ഇമാമിനെ അംഗീകരിച്ചുകൊണ്ട് आ हजरत सल्लल्लाहु अलैहि वसल्लम के യഥാർത്ഥ ഇസ്ലാമിൽ സ്വയം പ്രവർത്തിക്കുകയും इन मौलवियों को अपनी इस्लाह की तरफ മറ്റുള്ളവരെയും एक जगह फरमाया। ഇതിൽ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. मौलवी നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സത്യപ്രേമി जोर दें ഈ മൗലവിമാരെ मुसलमानों के दिल സ്വഭാവശുദ്ധിയിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് പറയുന്നു, यानी शिद्दत पसंद ഒരുപക്ഷേ किस्म के जिहाद ഇസ്ലാമിലെ മൗലവിമാർ ഒത്തുചേർന്നുകൊണ്ട് इस गलती को കിരാതരായ മുസ്ലിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഈ തെറ്റിദ്ധാരണ एक बड़ा एहसान തീവ്രവാദത്തിന്റെയും തെറ്റായ ജിഹാദി സങ്കല്പത്തിന്റെയും उनके जरिए से इस्लाम അധ്യാപനം की भारी जड़ അകറ്റുകയാണെങ്കിൽ जाहिर हो जाएगी നിശ്ചയമായും और वो सब कराहत സമൂഹത്തിനായി വലിയ ഉപകാരമാണ് ഇവർ ചെയ്യുന്നത്. मुखालिफ ഇതുമാത്രമല്ല, इस्लाम की निस्बत रखते हैं वो जाती रहेंगी। അവർ മുഖേന ഇസ്ലാമിന്റെ മനോഹാരിതയുടെ ഭീമമായ മൂല്യം ജനങ്ങളിൽ പ്രകടമാകുന്നതാണ്. ഈ എല്ലാ വെറുപ്പും തങ്ങളുടെ തെറ്റ് കാരണം ഇസ്ലാമിനെതിരായി വെച്ചു പുലർത്തുന്ന മതനിന്ദ അകറ്റപ്പെടുന്നതാണ്. तालीम को ഇതാണ് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ഒരു വേദന. जिंदगी अपने जहनों ഇസ്ലാമിന്റെ മനോഹര അധ്യാപനം പ്രചരിപ്പിക്കുന്നതിനായി അനഹമ്മദി പണ്ഡിതന്മാരിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത് ഇതായിരുന്നു: അള്ളാഹുവിനു വേണ്ടി ഈ തീവ്രവാദത്തിനെ കുറിച്ചുള്ള മതബോധനം ചിന്തയിൽ നിന്ന് അകറ്റുക, സ്നേഹത്തിന്റെയും മമതയുടെയും അധ്യാപനം സുലഭിതമാക്കുക. इस्लाम के तकद्दुस എന്നാൽ ഈ കാര്യം കേൾക്കാൻ നിസാരം ചില മൗലവിമാർ മാത്രമാണ് തയ്യാറാകുന്നത്. ഇവരുടെ ലക്ഷ്യം जहां तक मैंने देखा है ഇസ്ലാം മതത്തിന്റെ അന്തസത്ത കാത്തു സൂക്ഷിക്കുകയല്ല, इससे का इजहार भी उलमा की तरफ से पुरजोर तरीके पर नहीं हुआ। അതിനു പകരമായി आज जुमे पर രാഷ്ട്രീയവും സ്വയം താൽപര്യ കാര്യങ്ങളിലായി ताला के ഒതുങ്ങിയിരിക്കുന്നു. ഏതുവരെ ഞാൻ കണ്ടിരിക്കുന്നത് याद रखना चाहिए ഈ സംഭവത്തിൽ വളരെ വിപുലമായ നിലയിൽ പ്രതികരണം ഉലമാക്കളിൽ നിന്നുണ്ടായിട്ടില്ല. ചിലപ്പോൾ ഇന്ന് ജുമാ സമയത്ത് ഒരുപക്ഷെ ചിലർ പ്രതികരിച്ചേക്കാം. അള്ളാഹുവിന്റെ ഈ കൽപ്പന എപ്പോഴും ഓർമ്മ വെക്കേണ്ടതാണ്. വത്തഖുല്ല, അള്ളാഹുവിനെ ഭയക്കുക. हर मामले की നിശ്ചയമായും खबर सिर्फ നിങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് എല്ലായ്പ്പോഴും അറിവുള്ളവനാണ്. हर अमल അള്ളാഹു എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ച് അറിവ് മാത്രം വെക്കുന്നവനല്ല, जुल्म करने वाला यकीनन എല്ലാ പ്രവർത്തികളും करने वाले जो हैं മനുഷ്യന്റെ ഭാഗ്യത്തിന് വിധി കൽപ്പിക്കുന്നതാണ്. अगर അക്രമം ചെയ്യുന്നവൻ തീർച്ചയായും को संवारनी है तो अल्लाह ताला के हुक्म को सामने മോശമായ പര്യവസാനത്തിൽ എത്തിച്ചേരുന്നതാണ്. के दुश्मन से भी इंसाफ का सलूक है। और फिर कलमा गोओं के बारे में तो തന്റെ ദീനും ദുനിയാവും സമ്പാദിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനയെ മുന്നിൽ വെച്ചുകൊണ്ട് ശത്രുക്കളോട് പോലും നീതിയോടുകൂടി പെരുമാറുക. കെലിമ ഏറ്റുപറയുന്നവരെ സംബന്ധിച്ച് പറയുന്നത് റഹ്മാഹു ബൈനഹും अपनों से भी എന്നാണ്. ഇവിടെ റഹ്മാഹു ബൈനഹും വിദൂരമായ ഒരു കാര്യമാണ്. देखते रहते ഇവർ हैं। अभी 1 लाख 1.5 लाख 2 लाख जो आदमी സ്വന്തം ജനങ്ങളോട് मार दिए ശത്രുക്കളെക്കാൾ മോശമായ രീതിയിൽ പെരുമാറുന്നു. ഈ സംഭവങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. 1.5 ലക്ഷം ജനങ്ങൾ ഒരു രാജ്യത്ത് കൊല ചെയ്യപ്പെടുന്നു. की इंतहाई है। സ്വന്തം ജനങ്ങളോടാണ് ഇവിധം പ്രവർത്തിക്കുന്നത്. कहते हैं സ്കൂളിലെ കുട്ടികളെ കൊല ചെയ്യുന്നു, ഷഹീദാക്കുന്നു. ഇത് അക്രമത്തിന്റെ അങ്ങേ തലമാണ്. करते रहते हैं। इस पर से बगैर ഇവർ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ക്രൂരത ഒരു വിചാരണയും കൂടാതെ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ഇവർ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല, ഒരിക്കലും സംഭവവുമല്ല. उमन यक्तुल मोमिनन मुतअम्मिदन അള്ളാഹു പറയുന്നു, फजज़ाउहु जहन्नम खालिदन फीहा വമൻ യഖ്തുലു മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നമു ഖാലിദൻ अज़ाबन अज़ीमा। ഫീഹാ വഗസിബല്ലാഹു അലൈഹി വലഅനഹു വഅദ്ദ ലഹു അദാബൻ അളീമാ. जो जानबूझकर किसी मोमिन को कत्ल करे तो उसकी जज़ा जहन्नम है। വമൻ യഖ്തുലു മുഅ്മിനൻ, ഇനി ആരെങ്കിലും ഒരു സത്യവിശ്വാസിയെ മനഃപൂർവ്വം വധിക്കുന്നതായാൽ അവനുള്ള ശിക്ഷ നരകമാണ്. और अल्लाह उस पर गज़बनाक हुआ और उस पर लानत की, അതിലവൻ ദീർഘകാലം വസിക്കുന്നതാകുന്നു. अज़ाब तैयार कर അള്ളാഹു അവന്റെ നേരെ കോപിക്കുകയും അവനെ ശപിക്കുകയും ചെയ്യുന്നതാണ്. അള്ളാഹു അവന് വലിയ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. वला तक़ूलू लिमन अलक़ा इलैकुमुस्सलाम लस्त मोमिना।
പിന്നീട് അല്ലാഹു പറയുന്നു, വലാ തഖൂലു ലിമൻ അൽഖാ ഇലൈക്കുമുസ് സലാമ ലസ്ത മുഅ്മിനൻ. बस നിങ്ങൾക്ക് സലാം ആശംസിക്കുന്നവനോട് നീ സത്യവിശ്വാസി അല്ല എന്ന് പറയരുത്. तकद्दुस इस्लाम ने कायम कर दिया। अगर इस तकद्दुस को कोई पामाल करता है और कलमा को അതിനാൽ സാഹോദര്യത്തിൽ ഒരു പവിത്രത ഇസ്ലാം ദൃഢീകരിച്ചിരിക്കുന്നു. उसका ठिकाना ഈ പവിത്രത ആരെങ്കിലും നശിപ്പിക്കുകയാണെങ്കിൽ, और वो अल्लाह ताला की लानत കെലിമ പറയുന്നുവെന്ന് വാദിക്കുകയാണെങ്കിൽ തീർച്ചയായും അവന്റെ വാസസ്ഥലം ജഹന്നമായിരിക്കും. मुकाबला में मारे गए ഇത് അള്ളാഹുവാണ് പറയുന്നത്. और ख्याल അവർ അള്ളാഹുവിന്റെ ശാപത്തിന് കീഴിലാണ്, എപ്പോഴും അവിടെ തന്നെയായിരിക്കും. करने वाले हैं മനുഷ്യ ബോംബ് കൊണ്ട് ആക്രമിച്ചോ इनकी वजह से जो उनको ഏറ്റുമുട്ടലിൽ വധിക്കപ്പെട്ടോ പോയവർ दी, तो खुदा ताला ने वाज़ेह फरमा दिया कि मोमिन को मारकर വിചാരിക്കുന്നു ഞങ്ങൾ മരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി നേടുന്നവരാണ്. വളരെ തെറ്റായ അധ്യാപനമാണ് അവിടെ ഉലമാക്കൾ പഠിപ്പിക്കുന്നത്. അള്ളാഹു വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, സത്യവിശ്വാസിയെ വധിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിക്ക് പകരം അവന്റെ ശാപത്തിനാണ് അർഹമാകുന്നത്. എന്നേക്കുമായി ജഹനം അവരുടെ സങ്കേതമാകുന്നു. तो फिर तुम्हारा സത്യവിശ്വാസിയാകണമെങ്കിൽ പറയുന്നു, നിങ്ങൾക്ക് ആരെങ്കിലും സലാം നൽകുകയാണെങ്കിൽ അയാളെ വധിക്കാൻ നിങ്ങൾക്ക് ഒരവകാശമുണ്ടായിരിക്കുന്നതല്ല. का क्या कसूर था? ഈ നിഷ്കളങ്കരായ കുട്ടികളുടെ वो मुआश കുറ്റമെന്തായിരുന്നു? एक बेहतर हिस्सा बनने അവർ സമൂഹത്തിന്റെ ഉത്തമ ഭാഗമായി തീരുവാൻ രാജ്യത്തിന്റെ നിക്ഷേപകരാകുന്നതിനു വേണ്ടി कर रहे थे, സമാധാനം പ്രചരിപ്പിക്കുന്നതിനായി इसलिए വിജ്ഞാനം കരസ്ഥമാക്കുകയായിരുന്നു. ഇത് പഠിക്കുന്നതിനായിരിക്കും അവർ नाम नेहाद उलमा സ്കൂളിൽ വന്നിരുന്നത്. അത്ഭുതം തോന്നുന്നു, तालीम ഇത്രമാത്രം മനോഹര അധ്യാപനങ്ങൾക്ക് പകരമായി इनकी ये बातें सुनकर ही कम इलम और जाहिल मुतासर होते हैं। തീവ്രവാദ അധ്യാപനങ്ങൾ നിറഞ്ഞ നാമധാരിയായ പണ്ഡിതന്മാരുടെ വാക്കുകൾ അല്പജ്ഞാനിയായ മൂഢരിൽ പ്രഭാവമുണ്ടാക്കുന്നു. പിന്നീട് അവർ അതിൽ പ്രവർത്തിക്കുന്നു. जहाँ पे खुदा അതിൽ സ്വേച്ഛതയല്ലാതെ മറ്റൊന്നും സ്ഥാപിതമാകുന്നില്ല. लेकिन ഇതിന്റെ പര്യവസാനം അള്ളാഹു പറഞ്ഞിരിക്കുന്നു, നരകമായിരിക്കും. समझते हैं ചിലപ്പോൾ ഈ ജനം നരകത്തെ ഒരു കഥാവിവരണമായി മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കാര്യങ്ങളിൽ വിശ്വാസമില്ല. तभियों को അള്ളാഹുവിന്റെ ഇത്രമാത്രം മുന്നറിയിപ്പുണ്ടായിട്ടും അവരിൽ ഒരു പ്രഭാവം ഉണ്ടാകുന്നില്ല. और एक दूसरे की गर्दनें പരസ്പരം കഴുത്ത് അറുത്തുകൊണ്ടിരിക്കുന്നു. ആഖിറത്തിൽ പരിപൂർണ വിശ്വാസമില്ലെങ്കിൽ नहीं, तो खुदा ताला ने ഈ ലോകത്തിലെ അവസ്ഥയെ സംബന്ധിച്ചും പറഞ്ഞിരിക്കുന്നു. അതായത് പര്യവസാനം എപ്രകാരമാണ് ഉണ്ടാകുക? कि अगर तुमने സാഹോദര്യ ബന്ധത്തിന്റെ പവിത്രത ഇല്ലായ്മ ചെയ്താൽ ഇവിടെയും നിങ്ങളുടെ കണക്ക് അവസാനിക്കുന്നതാണ്. ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കരസ്ഥമാകുന്നതല്ല. तुम हासिल ഏതൊരു ലോകത്തിനു വേണ്ടിയാണ് ഈ വിധം പ്രവർത്തിക്കുന്നത്, അത് നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. ഇത് സംബന്ധമായി അല്ലാഹു പറയുന്നു, वो भी तुम्हें नहीं मिलेगी। വഅതിഉല്ലാഹ വറസൂലഹു വലാ തനാസഉ कि वातीउल्लाह व रसूलहु वला तनाज़उ वतफशलु ഫതഫ്ശലു रीहुकुम വസഹബ റീഖുക്കും വസ്ബിറു ഇന്നല്ലാഹ മഅസ് സാബിരീൻ. और अल्लाह की इताअत करो, അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുക. നിങ്ങൾ പരസ്പരം ഭിന്നിക്കാതിരിക്കുക. അതല്ലാത്ത പക്ഷം നിങ്ങൾ ഭീരുക്കളായി തീരുകയും और सब्र से काम लो, यकीन अल्लाह നിങ്ങളുടെ വീര്യം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ തിരജിത്തരാകുകയും ചെയ്യുക. അള്ളാഹു സ്ഥൈര്യം അവലംബിക്കുന്നവരോടൊപ്പമാണ്. അള്ളാഹുവിന്റെ ഈ വചനം ഇന്നത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ നിരീക്ഷിക്കുമ്പോൾ 100% ഇതിൽ പൂർത്തിയായിരിക്കുന്നതായി കാണുന്നു. ഈ കലഹങ്ങളും കുഴപ്പങ്ങളും കാരണത്താൽ खत्म हो चुकी है। മുസ്ലിങ്ങളുടെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു. എണ്ണമറ്റ തീവ്രവാദ സംഘടനകളുടെ കാരണത്താൽ ഒട്ടുമിക്ക രാജ്യങ്ങളും ग्रहों की वजह से യുദ്ധഭൂമിയായിരിക്കുകയാണ്. अक्सर मुल्क മറ്റുള്ളവരുടെ മുമ്പിൽ का मैदान बने हुए हैं, ശക്തികൾക്കായി കൈനീട്ടുന്നു. फिर लगते हैं। മുസ്ലിം രാജ്യങ്ങളിൽ ഒരു സംവിധാനം സ്വയം നിർമ്മിതമാണ്, എന്നാൽ ഇതിന് യാതൊരു പ്രാധാന്യവുമില്ല. अपनी बनाई हुई പരസ്പരം ഐക്യമില്ലാത്ത കാരണത്താൽ രാജ്യങ്ങളിൽ സമാധാനം നിലനിൽക്കുന്നില്ല. അമുസ്ലിം രാജ്യങ്ങളുടെ മുമ്പിൽ യാതൊരു സ്ഥാനവും ഇവർക്കില്ല. ഇവരുടെ പ്രവർത്തനമെല്ലാം अमन और सुकून कायम हो, വൻകിട രാജ്യങ്ങളുടെ കരങ്ങളിലാണ്. माल के सामने ഈ മുസ്ലിം രാജ്യങ്ങളിലെ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഏതുവരെ സൈനിക മേധാവിയോ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്ത് വന്ന്
किसी मुल्क का सदर അവിടുത്തെ പ്രധാനമന്ത്രിയെയോ इन मुसलमान मुल्कों में से या वजीर आजम പ്രസിഡന്റുമായി സംസാരിക്കുമ്പോൾ भी किसी मगरबी मुल्क में आकर അവർ यहाँ ആദരിക്കുന്നതായാൽ सदर सदरों या वजीर आजमों से അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു. या ये लोग അപ്പോൾ ഇവർ മനസ്സിലാക്കുന്നത് पजीराई कर देते हैं, നമ്മുടെ समझते हैं ലീഡർക്ക് ലോകത്തിലെ വലിയ അനുഗ്രഹം ലഭിച്ചു എന്ന് കരുതുന്നു. कि जैसे दुनिया जहाँ ദൈവത്തിന്റെ പങ്ക് കാലിയാണ്. खुदा ताला का അതിനെ അവർ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് छोड़ दी ഭൗതികതയിലേക്ക് കുമ്പിട്ടിരിക്കുന്നു. और इसको छोड़कर ഇതാണ് നിലനിൽപ്പിന്റെ മാർഗമെന്നവർ കരുതുന്നു. അതിനാൽ और इसी को മുസ്ലിം രാജ്യങ്ങളെ നാശത്തിലേക്ക് നയിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറയേണ്ടത്? किस किस बात का जिक्र किया जाए? ഒരു അക്രമം ഉണ്ടാകുന്നു, खिलाने वाले കുറച്ചു ദിവസം അതിന്റെ പ്രഭാവം അവിടെ ഉണ്ടാകുന്നു, ഒച്ചപ്പാടുണ്ടാക്കുന്നു. एक जुल्म होता है, चंद दिन अवाम पर असर रहता है, കുറച്ചു നാളുകൾക്ക് ശേഷം शोर मचाते ഈ അക്രമികളുടെ കരങ്ങളാൽ അധികം ആളുകളും പ്രത്യേകിച്ച് പൊതുജനം പ്രയാസത്തിലകപ്പെടുന്നു. इन्हीं जालिमों ഏതുവരെ അള്ളാഹുവിന്റെ കാര്യം കേൾക്കുന്നില്ല, वाला कार ഏതുവരെ ശത്രുക്കളോടും നീതിയുടെ നിലവാരം നിലനിർത്തിക്കൊണ്ട് പെരുമാറുന്നില്ലെങ്കിൽ, बात नहीं मानेंगे, ഏതുവരെ जब तक സലാം ചെല്ലുന്ന ഏവർക്കും സമാധാനം നൽകുന്നില്ലെങ്കിൽ, ഏതുവരെ സാഹോദര്യ ബന്ധത്തിന്റെ നിലവാരം സ്ഥാപിക്കുന്നില്ലെങ്കിൽ, ഏതുവരെ वाले को ഭരണാധികാരി പൊതുജനത്തിന്റെ അവസ്ഥ പരിഗണിക്കുന്നില്ലെങ്കിൽ, ഏതുവരെ പൊതുജനം ഭരണാധികാരിയെ അനുസരിക്കുന്നില്ലയോ, रियाया का ഏതുവരെ ദൈവഭയം ഹൃദയത്തിൽ സംജാതമാകുന്നില്ലയോ, അതുവരെ ഈ ക്രൂരമായ സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ताला का खौफ ഒരുപക്ഷെ उस वक्त तक ऐसे जालिमाना वाकयात होते रहे ഈ കാര്യങ്ങൾ നമ്മുടെ നേതാക്കന്മാരും ഉലമാക്കളും പൊതുജനവും മനസ്സിലാക്കിയിരുന്നെങ്കിൽ മുസ്ലിം ഉമ്മത്തിന്റെ പ്രയാസം നമ്മളെയും പ്രയാസത്തിൽ समझ आ जाए। അകപ്പെടുത്തുന്നതാണ്. കാരണം ഇത് നമ്മുടെ പ്രിയ നേതാവിലേക്ക് ചുമത്തപ്പെടുന്നതാണ്. हमें भी നമ്മെ കാലഘട്ടത്തിന്റെ इसलिए ഇമാം തന്റെ നേതാവിനും ഉടമസ്ഥനിലും ചുമത്തപ്പെടുന്നവരോട് സഹാനുഭൂതിയും സ്നേഹം വെച്ചു പുലർത്തുന്നതാണ് अपने आका और मुता എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. मंसूब होने वाले നമ്മോട് പറയുന്നു, പാർസി കവിതയാണ്, प्यार करने के गुर सिखाए हैं ഏ ഹൃദയമേ, നീ ജനങ്ങളെ ബഹുമാനിക്കുക, कि ए दिल तू അവരിലേക്ക് അനുകമ്പയുടെ ദൃഷ്ടി പായിക്ക്, കാരണം का आखिर ഇവർ എന്റെ പ്രിയ പ്രവാചകനെ സ്നേഹിക്കുന്നുവെന്ന് വാദിക്കുന്നവരാണ്. कि ए दिल നമ്മോട് ക്രൂര മനോഭാവമാണെങ്കിൽ लिहाज कर അപ്പോഴും നമുക്ക് സഹതാപമാണ്. നാം ദുആ ചെയ്യുന്നു, പ്രതികാരം വിട്ടുകയില്ല. पैगंबर के അള്ളാഹു ഇവിടെ ഹൃദയത്തെ പവിത്രമാക്കട്ടെ, അവർ ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കട്ടെ. रवैया है, तब भी हमें अफसोस है। അതായത് മുസ്ലിം ഉമ്മത്തിനായി യഥാർത്ഥ സഹാനുഭൂതിയും നന്മയും അഹമ്മദികളുടെ ഹൃദയത്തിലാണ് കുടിയിരിക്കുന്നത്. സഹാനുഭൂതിയുടെയും സഹതാപത്തിന്റെയും ആവേശം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ ഹസ്രത്ത് മസീമദ് അലൈഹി ഇസ്ലാമാണ് ജനിപ്പിച്ചത്. अहमदी ही अपने दिलों में रखते हैं ആ മഹാത്മാവ് और हम ഇസ്ലാമിക അധ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ मैंने कहा हमारे अंदर സഹാനുഭൂതിയുടെ വികാരം मौलवी അന്യരിലും पैदा किए। സ്വന്തം ജനങ്ങളിലും പ്രബലമാക്കുന്നതിന് പരിശ്രമിക്കുവാൻ इस्लामी तालीम के मुताबिक നമുക്ക് ഉപദേശം നൽകിയിരിക്കുന്നു. अपनी हमदर्दी അദ്ദേഹം പറയുന്നു, മൂമിനും മുസ്ലിമിനും अपनों और അയവിന്റെയും സ്നേഹത്തിന്റെയും അധ്യാപനമാണുള്ളത്. हमें അതിനാൽ ഇതിനെ എപ്പോഴും മുന്നിൽ വെക്കുക. आपने फरमाया कि मोमनों और मुसलमानों की ശേഷം പറയുന്നു, नरमी और शफकत का ഓരോ വ്യക്തിയും എല്ലാ ദിവസവും ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. ഈ കാര്യങ്ങളെ ഏതുവരെ പ്രാവർത്തികമാക്കി എന്ന് ചിന്തിക്കേണ്ടതാണ്. ഏതുവരെ തന്റെ സഹോദരങ്ങളോട് സഹാനുഭൂതിയോടെ പെരുമാറുന്നു. പറയുന്നു, എല്ലാ പ്രവാചകന്മാരുടെയും ആഗമന ഉദ്ദേശം പൊതുവിൽ ദൈവത്തോട് സത്യസന്ധതവും യഥാർത്ഥവുമായ സ്നേഹമുണ്ടാക്കുന്നതാണ്. फरमाया तमाम अंबिया अलैहिस्सलाम की बेइज्जती की गरज मुश्तरक यही होती है कि खुदा ताला की सच्ची അതിനായി മനുഷ്യകുലത്തോടുള്ള കർമ്മങ്ങളിൽ और बनी नौ ഒരു പ്രത്യേക നിറം ചാർത്തേണ്ടി വരുന്നതാണ്. ഏതുവരെ ഈ കാര്യങ്ങൾ പൂർണ്ണമാകുന്നില്ലയോ അതുവരെ അവ വെറും ചടങ്ങായി അവശേഷിക്കുന്നതാണ്. പിന്നീട് പറയുന്നു, അവന്റെ ദാസരിൽ കരുണ കാണിക്കുക, जब तक ये बातें അവരുടെ മേൽ तमाम നാവ്, കൈ എന്നീ മറ്റ് അവയവങ്ങൾ കൊണ്ട് അക്രമം ചെയ്യാതിരിക്കുക, उसके बंदों पर रहम करो സൃഷ്ടികളുടെ നന്മയ്ക്കായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, ആരുടെ മേലും പ്രധാനമായും और मखलूक को भलाई के लिए കീഴുള്ളവരുടെ മേൽ അഹങ്കാരം പ്രദർശിപ്പിക്കാതിരിക്കുക, ആരെയും ചീത്ത വിളിക്കരുത്. ഒരുപക്ഷെ അവർ നിങ്ങളെ ചീത്ത വിളിക്കുകയാണെങ്കിലും ശരി,
और किसी को गाली ദരിദ്രനും അയവുള്ളവനും നന്മ കാംക്ഷിക്കുന്നവനും സൃഷ്ടികളിൽ സഹാനുഭൂതി വെച്ചു പുലർത്തുന്നവനുമായി നിങ്ങൾ മാറുക. അങ്ങനെ फिर फरमाया നിങ്ങൾ സ്വീകരിക്കപ്പെടുന്നതാണ്. പിന്നീട് പറയുന്നു, ദൈവം നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? से अदल के साथ पेश आया करो, നിങ്ങൾ എല്ലാ മനുഷ്യരോടും നീതിയോടുകൂടി സമീപിക്കുന്നതാണ്. അതിലും ഉപരിയായി നിന്നോട് ഒരു നന്മയും ചെയ്യാത്തവനോട് നന്മ ചെയ്യുക. അതിലും ഉപരിയായിക്കൊണ്ട് दर्दी के साथ पेश आओ कि गोया तुम ദൈവ സൃഷ്ടികളോട് യഥാർത്ഥ ബന്ധുവിനെ പോലെ സഹാനുഭൂതി പ്രകടിപ്പിക്കുക. അതായത് മാതാവ് തന്റെ കുഞ്ഞിനോട് പെരുമാറുന്നത് പോലെ. പറയുന്നു, भी जोश है जो माँ की तरह हो. നന്മയുടെ അവസ്ഥാന സ്ഥാനം മാതാവിന്റെ ആവേശം പോലെയാണ്. जब हमदर्दी के ऐसे मयार हम സഹാനുഭൂതിയുടെ ഇത്തരത്തിലുള്ള നിലവാരം നാം നേടിയെടുക്കുകയാണെങ്കിൽ, हासिल करने की तालीम हमें मिली हो, അല്ലെങ്കിൽ സഹാനുഭൂതിയുടെ നിലവാരം ഈ രീതിയിൽ കരസ്ഥമാക്കുന്നതിനായി ലഭിച്ച അധ്യാപനം പോലെ പ്രവർത്തിക്കുന്നവരാണെങ്കിലാണ് को महसूस कर सकते हैं. और हम മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ വേദന മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മനുഷ്യകുലത്തിനായി നമ്മിൽ അധികം ആളും ഇത്തരത്തിലുള്ള വികാരമാണ് വെച്ചു പുലർത്തുന്നത്. को ऐसे जज्बात रखने वाला होना चाहिए. ഒരു അഹമ്മദി ഇത്തരത്തിൽ വികാരം വെച്ച് പുലർത്തേണ്ടതുണ്ട്. സാധാരണ ജനത്തിനായി ഈ വികാരമാണെങ്കിൽ പിന്നെ മുസ്ലിങ്ങൾക്കായി ഇതിലും ഉപരിയായി വികാരം വെച്ചു പുലർത്തേണ്ടിയിരിക്കുന്നു. എല്ലാ അക്രമവും ഏതൊരു മുസ്ലിമിന്റെ മേലാണെങ്കിലും നാം നമ്മുടെ ഹൃദയത്തിൽ അത് അനുഭവിക്കുന്നതാണ്. പാകിസ്ഥാനിൽ സംഭവിച്ച ഈ അക്രമം हम अपने തീർച്ചയായും നമുക്ക് അങ്ങേയറ്റം പ്രയാസത്തിന് കാരണമായിരിക്കുകയാണ്. ലോകത്തിൽ മുസ്ലിങ്ങളിൽ നിന്നോ മറ്റാരെങ്കിലും നിന്നോ ഇങ്ങനെ ഉണ്ടാകുന്നത് നമുക്ക് അങ്ങേയറ്റം ക്ലേശത്തിന് ഹേതുവാണ്. ഈ വേദനയുടെ ദൈർഘ്യം വർദ്ധിക്കുന്നതാണ്. ലോകത്തെ നാം വിളിച്ചുണർത്തിക്കൊണ്ട് പറയുന്നു, അല്ലാഹു और इस तकलीफ का एहसास ഈ അക്രമത്തിന്റെ അവസാനത്തിനായി തന്റെ വാഗ്ദാനാനുസരണം जब हम दुनिया को മസീമോദ് അലൈഹി ഇസ്ലാമിനെ അയച്ചിരിക്കുന്നു. कि अल्लाह ताला അദ്ദേഹം इन जुल्मों के खात्मे के लिए ലഹളയെയും യുദ്ധത്തെയും അവസാനിപ്പിച്ചുകൊണ്ട് मसीह मौद को भेजती है. സ്നേഹത്തെയും മമതയെയും പ്രചരിപ്പിക്കുന്നതാണ്. അതിനാൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ശ്രവിക്കുക. അങ്ങനെ ലോകത്തിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനം നടപ്പിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ ആഹ്വാനം നടത്തിയിട്ടും ഉലമാക്കൾ എന്ന് പറയുന്നവർ നമ്മുടെ ശത്രുതയിൽ ഏറ്റവും കൂടുതലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണ് ഇങ്ങനെ സാഹചര്യം ഉണ്ടാകുന്നത്? നീതിയുടെയും സഹാനുഭൂതിയുടെയും വിവേചനമില്ലാതായി തീരുന്നത്. അതിന്റെ പരിണിതഫലം എല്ലാ സമൂഹത്തിലും ദുർനടപടിയും പ്രലോഭനവും മാത്രമായി അവശേഷിക്കുന്നു. നിഷ്കളങ്കരെ വധിക്കുന്നതാണ്. അത് തന്നെയാണ് സംഭവിക്കുന്നത്. മുസ്ലിങ്ങളിലെ ഉലമാക്കൾ എന്ന് പറയുന്നവർ ഒരുപക്ഷെ ഇക്കാര്യം മനസ്സിലാക്കുകയും മുസ്ലിം ഉമ്മത്തിനെ വിഭാഗിതയിലിട്ട് നശിപ്പിക്കുന്നതിന് പകരമായി ഇസ്ലാമിന്റെ ശാന്തിയുടെയും സ്നേഹത്തിന്റെയും മമതയുടെയും അധ്യാപനത്തെ മുസ്ലിങ്ങളുടെ ഹൃദയത്തിൽ റൂഢമൂലമാക്കുക. മസീമദ് അലൈഹി ഇസ്ലാം പറഞ്ഞതുപോലെ ചുരുങ്ങിയത് അമുസ്ലിങ്ങൾ പോലും ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ദുഷ്ചിന്തയിൽ നിന്ന് മോചിതരാകട്ടെ. അതായത് നഊദുബില്ലാ, ഇസ്ലാം തീവ്രവാദത്തിന്റെയും ആയുധത്തിന്റെയും മതമാണ്. അള്ളാഹു ഇവർക്ക് ബുദ്ധി നൽകുമാറാകട്ടെ. പാകിസ്ഥാന് വേണ്ടിയും മുസ്ലിം രാജ്യങ്ങൾക്ക് വേണ്ടിയും ഒരുപാട് ദുആ ചെയ്യുക. അള്ളാഹു ഈ രാജ്യങ്ങളിൽ സമാധാനം സ്ഥാപിക്കുമാറാകട്ടെ. ഭരണാധിപന്മാരും പൊതുജനവും യഥാർത്ഥ ഇസ്ലാമിന്റെ മഹത്വം തിരിച്ചറിയുന്നവരായി മാറട്ടെ. അള്ളാഹു നമുക്കിതിനായി ഉന്നത മാതൃക സ്ഥാപിക്കുവാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ताला करे സിറിയ, ഇറാഖ്, ലിബിയ മുതലായ രാജ്യങ്ങളിൽ ഈ അവസ്ഥ കാരണം और मुस्लिम ममालिक के लिए അഹമ്മദികൾ बहुत दुआ करें. अल्लाह ताला इन मुल्कों में अमन कायम ഒരു പൗരൻ എന്ന നിലയിലും പിന്നെ അഹമ്മദി എന്ന കാരണത്താലും इस्लामी कदरों को വളരെ ബുദ്ധിമുട്ടിലാണ്. അവർക്ക് വേണ്ടിയും പ്രത്യേകമായ ദുആ ചെയ്യുക. അള്ളാഹു ഇവരെയും പ്രയാസങ്ങളിൽ നിന്ന് മോചനം നൽകുമാറാകട്ടെ. के आला नमूने कायम करने की तौफीक अता फरमाए. ചിലർ അധികാരമോഹത്താൽ ആകാശത്തിന് കീഴിൽ കിടക്കുന്നു. इन हालात की वजह से जिनमें से ये मुल्क इस രണ്ട് സംഘം അഹമ്മദിയത്തിനെതിരാണ്. ഒരു സഹായം അവിടെ എത്തിച്ചേരാൻ സാധിക്കാത്ത നിലയാണ്. അള്ളാഹു തന്റെ അനുഗ്രഹത്താലും तकलीफ में കാരുണ്യത്താലും സഹായം दुआ करें, എത്തിക്കുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് निजात दे. അവൻ ഇവരെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തരാക്കട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ ജനാസ दोनों ग्रोह ഗായിബ് നമസ്കരിക്കുന്നതാണ്. ഒന്നാമത്തെ ജനാസ നമ്മുടെ ഒരു ഷഹീദായ സഹോദരന്റേതാണ്. മുബാറക് അഹമ്മദ് कोई मदद भी ऐसे ബാജുവ, शक्ति അമീർ अल्लाह ताला ही है. അഹമ്മദ് ബാജുവ സാഹിബിന്റെ മകനാണ്. ചക് 412 കൊത്തുബ ജില്ല തോബ ടേക് സിംഗ് വാസിയാണ്. അദ്ദേഹത്തെ ഷഹീദാക്കിയുണ്ട്. ഇന്നലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. तकलीफ के दिनों से निकाले.
അദ്ദേഹത്തെ ചില അപരിചിതർ नमाजों के बाद में 26 ഒക്ടോബർ 2009 एक जनाजा तो തന്റെ താമസ സ്ഥലത്ത് നിന്നും കടത്തിക്കൊണ്ടുപോയി. അദ്ദേഹത്തെ സംബന്ധിച്ച് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. കുറച്ചു ദിവസം മുമ്പ് ഗുജറാത്തിൽ നിന്നും പിടികൂടിയ ചില തീവ്രവാദികൾ बाजवा साहब കുത്തുബ चक 312 നിവാസിയായ മുബാറക് ബാജുവായെയും വധിച്ചിരിക്കുന്നുവെന്ന് വെളിപ്പെടുത്തുകയുണ്ടായി. പ്രവാചക നിന്ദ എന്ന കുറ്റം ചുമത്തിയാണ് കൊല ചെയ്തത്. ഗുജറാത്തിലെ ബസറുവാം എന്ന സ്ഥലത്താണ് കുഴികുത്തി മറവ് ചെയ്തു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 26 अक्टूबर അവർ ഫത്വ നൽകുന്നവരായി ഇപ്പോൾ മാറിയിരിക്കുന്നു. जिनके बारे में अब तक मालूम नहीं हो മുബാറക് അഹമ്മദ് ബാജുവായുടെ കുടുംബത്തിൽ അഹമ്മദിയത്തിന്റെ ആവിർഭാവം അദ്ദേഹത്തിന്റെ പിതാമകൻ പീർ മുഹമ്മദ് സാഹിബ് മുഹേനയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് ജമാഅത്തുമായി നല്ല ബന്ധമായിരുന്നു. ദീനിയായ കുടുംബമായിരുന്നു. ഇദ്ദേഹം ജന്മന അഹമ്മദിയാണ്. ഷഹീദ് മർഹൂം 1953 ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കൃഷി നടത്തി വരുന്നു. ഷഹീദ് മർഹൂം അങ്ങേയറ്റം വിശ്വസ്തനും ധർമ്മനിഷ്ഠനും നീതിമാനും സർവഗുണങ്ങൾക്കും സമ്പന്നനായിരുന്നു. में अहमदियत അദ്ദേഹത്തിന്റെ പിതാവ് മീർ മുഹമ്മദ് ബാജുവ സാഹിബ്, സഹോദരൻ റഷീദ് അഹമ്മദ് ബാജുവ സാഹിബ് രണ്ടുപേരും ജമാഅത്തിന്റെ ജോലികളിൽ വ്യാപൃതരാണ്. शहीद मरहूम 1953 में ഖത്തുബയിലെ ജമാഅത്ത് സദറായിരുന്നു. ഒരു മകൻ हासिल की और जिम्मेदारा करते തൊഹറുൽ അഹമ്മദ് ഇപ്പോൾ കായിദ മജ്ലിസ് नहायत ईमान ആയി दिल ने एक सीरत സേവനമനുഷ്ഠിക്കുവാൻ തൗഫീഖ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഭാര്യ ഷഹീദ് ബേഗം സാഹിബ, പുറമെ 4 മക്കളും अहमद बाजवा സുഹൈൽ അഹമ്മദ്, സഹൂൽ അഹമ്മദ്, अहमद बाजवा साहब തബീർ അഹമ്മദ്, ആരിഫ് അഹമ്മദ്, के बाद 2 സഹോദരനും ഒരു സഹോദരിയുമുണ്ട്. സംഭവത്തിന്റെ വിവരണം ഇത്തരത്തിലാണ്. മുബാറക് അഹമ്മദ് ബാജുവ സാഹിബ് तौफीक അദ്ദേഹത്തിന്റെ അനഹമ്മദിയായ ജോലിക്കാരൻ അദർ മഹ്മൂദ് 14 अलावा 4 വയസ്സായിരുന്നു പ്രായം. കുറച്ചാളുകൾ 2009 नसीर अहमद ഒക്ടോബർ 26 രാത്രി തട്ടിക്കൊണ്ടുപോയി. इधर इनके 2 भाई और एक हमशा 36 ഒക്ടോബർ 2009 वाकई की तफसील कुछ मजीद इस तरह है 5 വർഷം മുമ്പ് कि താമസ സ്ഥലത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയവർ मुबारक अहमद बाजवा साहब 2 വണ്ടിയിലാണ് സഞ്ചരിച്ചിരുന്നത്. 2 ദിവസത്തിന് ശേഷം തട്ടിക്കൊണ്ടുപോയവർ ജോലിക്കാരനെ कुछ लोग ഒരു ഫോൺ നൽകി തിരിച്ചയച്ചു. ഈ ഫോൺ മുഖേന को अगवा कर മോചനദ്രവ്യത്തിനായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. മോചനദ്രവ്യവുമായി ആദ്യം 2 കോടിയാണ് ആവശ്യപ്പെട്ടത്. കുറഞ്ഞത് 10 ലക്ഷം വരെ എത്തിയിരുന്നു. തട്ടിക്കൊണ്ടുപോയവരുടെ നിബന്ധന മോചനദ്രവ്യ കോഹാത്ത് അല്ലെങ്കിൽ 2009 से ഫറാച്ചാനാർ എത്തിക്കണമെന്നായിരുന്നു. അതിനുശേഷം അവരുമായി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. പോലീസും अगवा कर लिया। ഒരു തീരുമാനത്തിലെത്തി ചേർന്നിരുന്നില്ല. ഇപ്പോൾ തോബ ടേക്ക് സാഹിബിൽ चंद दिन बाद अगवाकारों ने मज़कूरा मुलाजिम को एक मोबाइल देकर छोड़ ലെ അമീർ സാഹിബിന് അറിയിപ്പ് നൽകി. DPO ജില്ല ഷഹീദ് മർഹൂമിന്റെ സഹോദരൻ रब्ते किया। 2 करोड़ तक വിളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഷഹീദിനെ കുറിച്ചുള്ള ചില അറിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഗുജറാത്തിലെ DPO അടുത്ത് പോകുക, അദ്ദേഹവുമായി ബന്ധപ്പെടുക. चाहिए जाए। അദ്ദേഹം अगवाकारों ने അവിടെ ചെല്ലുകയും हो गया। पुलिस भी किसी नतीजे पर न पहुंच सकी। തരീഖെ താലിബാൻ പാകിസ്ഥാൻ अब അഫ്സൽ വേദി सिंह ने इतला दी ഗ്രൂപ്പിലെ कि डीपी ഇവരിപ്പോ ഒരുപാട് ഗ്രൂപ്പുകളായിരിക്കുകയാണ്. ചില ആളുകളെ भाई अजीज अहमद പിടികൂടിയിട്ടുണ്ട്. അതിൽ വാജിദ് എന്ന പേരുള്ള വ്യക്തി मालूमात गुजरात DPO के पास है, उनसे मिल रहे हैं। മുബാറക് അഹമ്മദ് സാഹിബ് ബാജുവായ കടത്തിക്കൊണ്ടുപോയ ശേഷം फिर गुजरात से मुलाकात हुई। കത്തിക്കൊണ്ട് കുത്തിക്കൊന്ന് गुजरात ने बताया മറവ് ചെയ്തു. कि എന്ന് വിവരം पाकिस्तान നൽകിയിരിക്കുന്നു. സഹോദരനൊപ്പം മറ്റംഗങ്ങളും यहाँ ये भी बहुत सारे ग्रुप बने हुए हैं। വാജിദ് എന്നു പേരുള്ള ആ വ്യക്തിയെ കാണുകയും नामी शख्स ചെയ്തപ്പോൾ അയാളും ആ സംഭവത്തെ സാക്ഷ്യപ്പെടുത്തി. അയാളോട് കൂടെയുള്ളവർ छुरियों से ज़िबा करके नाश को കൂടെയുള്ളവരെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അടുത്തുള്ള ഗ്രാമത്തിലെ അഹമ്മദ് എന്നു പേരുള്ള ഒരു വ്യക്തി കൂടെ ഉണ്ടായിരുന്നു. അയാൾ മുബാറക് അഹമ്മദ് ബാജുവ സാഹിബ് പ്രവാചക നിന്ദ ചെയ്തു എന്ന് പറഞ്ഞു. അയാൾ ആദ്യം ക്രിസ്ത്യാനിയായിരുന്നു, പിന്നീട് മുസ്ലിമായിക്കൊണ്ട് തരീഖെ താലിബാനിൽ അംഗമായി. അയാളുടെ പിതാവ് ബാജുവ കുടുംബത്തിലെ ജോലിക്കാരനായിരുന്നു. कोई मुकामी आदमी भी इसके साथ था। तो मज़कूरा मुल्ज़िम ने कहा कि അയാൾ പറഞ്ഞു, गाँव का एक ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയി കോട്ടയിലെ ഗ്രാമത്തിലെ अहमद बाजवा से मरहूम മസ്ജിദിലെ के रसूल होने का അണ്ടർഗ്രൗണ്ടിൽ ബന്ധസ്ഥനാക്കി വെച്ചു. ഒരു ദിവസം ഇശാ നമസ്കാരത്തിന് ശേഷം बाद में मुसलमान होकर तहरीक तालिबान में മുമ്പ് പറഞ്ഞതുപോലെ കഴുത്തിൽ കത്തിവെച്ച് കഷ്ണങ്ങളാക്കി മറവ് ചെയ്തു. പോലീസിലെ കുറ്റാന്വേഷണ സേന ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഞങ്ങളുടെ കമാൻഡറിന്റെ ഉത്തരവായിരുന്നു. അയാൾ പ്രവാചക നിന്ദ ചെയ്തിരുന്നു, അതിനാൽ കൊന്നുകളയുക. रखा इनको। അദ്ദേഹത്തിന്റെ കൽപ്പന അനുസരിക്കേണ്ടത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. ഇതാണ് അവരുടെ അവസ്ഥ. ആദ്യം കുട്ടികളെ വധിച്ചു. എന്ത് ലക്ഷ്യത്തിലാണ് അവർ അത് ചെയ്തതെന്നറിയില്ല. ഇതും താലിബാന്റെ ജോലിയാണ്. അള്ളാഹു ഷഹീദിന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്ക് ക്ഷമയും ശാന്തിയും നൽകുമാറാകട്ടെ. ആദ്യം തട്ടിക്കൊണ്ടുപോയി എന്ന വിവരം മാത്രമാണ് ഉണ്ടായിരുന്നത്.
രണ്ടാമത്തെ ജനാസ ബഹുമാന ആമിന സാഹിബ കബാബീറിന്റേതാണ്. 2014 ഡിസംബർ 12 വഫാത്തായുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ജന്മന അഹമ്മദിയായിരുന്നു. हमें हमारे कमांडर का हुक्म है कि लोग उस ताखिर അഹമ്മദിയത്ത് പിതാവ് को कत्ल कर ആസാബ് സാഹിബ് और उसका हुक्म പൈവയിലെ ആദ്യകാല അഹമ്മദിയിൽപ്പെട്ടയാളായിരുന്നു. സദർ സെക്രട്ടറി തബ്ലീഗ് ലജനയായി किस पदाश में किया ये भी तालिबान പദ്ധതിക്ക് പ്രവർത്തിക്കുവാനുള്ള തൗഫീക്ക് ലഭിച്ചു. നമസ്കാരശീലമുള്ളവരും ദുആ ചെയ്യുന്നവരും फरमाए അതിഥി സൽക്കാരപ്രിയയും അധികമായി ധനത്യാഗം ചെയ്യുന്നവരുമായിരുന്നു. നന്മ നിറഞ്ഞവരും സ്വാലിഹായ സ്ത്രീയുമായിരുന്നു. ദാറുൽ തബ്ലീഗിൽ വരുന്നവർ അതിഥികളെ പ്രത്യേകമായി ആതിഥ്യം അരുളിയിരുന്നു. നല്ല का है ഉല്ലാസവതിയായിക്കൊണ്ട് സ്ത്രീകളെ തബ്ലീഗ് ചെയ്തിരുന്നു. 2014 को बकदा इलाही वफात पा गई। മുബലീങ്ങളുടെ കുടുംബവുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നു. നല്ല ആദരവോടെ അവരോട് പെരുമാറിയിരുന്നു. മസ്ജിദ് മഹമ്മൂദ് കബാബിന്റെ പള്ളി നടക്കുന്ന സമയത്ത് അവിടെ ജോലിക്ക് വന്നവരെ വളരെയധികം ആതിഥ്യത്തോടുകൂടി അവർ सदर और सेक्रेटरी तबलीग लजना माल्ला പെരുമാറിയിരുന്നു. അതിനുവേണ്ടി ഭാരിച്ച തുക അവർ ചെലവഴിച്ചു. गुजार दुआ को बहुत मेहमान नवाज बकसरत माली कुर्बानी करने वाली थी। അഹമ്മദിയ ഖുലഫാക്കളോട് അത്യന്തികം സ്നേഹത്തിന്റെയും ആദരവിന്റെയും ബന്ധമാണ് ഉണ്ടായിരുന്നത്. വളരെ ശ്രദ്ധയോടെ ഖുതുബകൾ കേട്ടിരുന്നു. MDAയിൽ करती थी പ്രഭാഷണം ചെയ്യുമ്പോഴും മറ്റുള്ളവർക്ക് ഇതിന്റെ സംക്ഷിപ്തം കേൾപ്പിച്ചിരുന്നു. എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുന്നതിനായി എപ്പോഴും തയ്യാറായിരുന്നു. ഒരുപാട് കുട്ടികളെ ഖുർആൻ ഓതാൻ പഠിപ്പിച്ചു. കബാബിരിലെ എല്ലാ ജനങ്ങളും ഇവരോട് സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത്. खुदा की और दौरान तमीर काम करने वालों की ഉംറ ചെയ്യുന്നതിനും ഇവർക്ക് അവസരം ലഭിച്ചു. खुलफाए अहमदिया കാദ്യാനിൽ പോകുന്നതിന് അതിയായ ആഗ്രഹമായിരുന്നു. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ മിസാറിൽ പോയി ദുആ ചെയ്യണം. जो MTA पे नशर होते हैं यहाँ मेरे दूसरों को भी इसका खुलासा सुनाया करती थी। हर അവരുടെ ആഗ്രഹത്തെയും അള്ളാഹു പൂർത്തിയാക്കിയുണ്ടായി. तैयार रहती थी। ഒരു പ്രാവശ്യമല്ല 3 പ്രാവശ്യം ജൽസ സലാനിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. മർഹൂമ മൂസിയായിരുന്നു. कबाबीर के तमाम अहबाब उनसे बहुत मुबस्सर पेश आते थे। ബഹുമാന അമീർ उम्रा करने की भी सादत नसीब हुई इनको। ഷരീഫ് ഓദ സാഹിബ് കബാബീർ, മുനീർ ഓദ സാഹിബ് ഡയറക്ടർ MDA പ്രൊഡക്ഷൻ पर जाके दुआ करूँ എന്നിവരുടെ മാതൃ സഹോദരിയായിരുന്നു. तो ये भी अल्लाह ताला ने उनकी മുനീർ ഓദ സാഹിബ് എഴുതുന്നു, മാതൃ സഹോദരി ഇസ്ലാം അഹമ്മദിയത്തിന്റെ സേവനത്തിനായി തന്റെ ജീവിതം കഴിച്ചുകൂട്ടി. മക്കളെ പോലെയാണ് ഞങ്ങളെ പരിപാലിച്ചിരുന്നത്. എന്റെ മാതാപിതാക്കൾ ജോലിക്കാവശ്യങ്ങളായി വിദൂരത്ത് പോകുമ്പോൾ അവരാണ് ഞങ്ങളെ പരിപാലിച്ചത്. സമയത്ത് തന്നെ നമസ്കരിക്കുന്നതിൽ കൃത്യത പാലിച്ചിരുന്നു. ജമാഅത്തിലെ ആദ്യ അംഗങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. തന്റെ വസ്ത്രങ്ങൾ തുന്നുന്ന ജോലി സ്വയം ചെയ്തിരുന്നു. अल्लाह मीना ने अपनी जिंदगी വാർദ്ധക്യമായിട്ടും ആരുടെയും സഹായം തേടിയിരുന്നില്ല. उन्होंने अपने കുടുംബാംഗങ്ങളുടെ हमारी परवरिश की थी। സന്തതികളുടെ തൈലീമി കാര്യങ്ങളിൽ അവർ സഹായിച്ചിരുന്നു. ഇത്തരത്തിൽ मेरे वालिदैन काम के सिलसिले में घर से दूर जाते तो हमारी परवरिश करते। ബുദ്ധിമുട്ടുള്ള അവസരത്തിലും സഹായിയായിരുന്നു. വിവാഹം കഴിച്ചിരുന്നില്ല. അനഹമ്മദികളുടെ വീടുകളിൽ നിന്ന് വിവാഹാലോചന വന്നിരുന്നു. എന്നാൽ അവർ അത് നിരാകരിച്ചു. ഞാൻ അഹമ്മദിയാണെന്ന് പറഞ്ഞു. അഹമ്മദിയത്തിൽ ഉറച്ചുനിന്നു. പിന്നെ വിവാഹം കഴിച്ചതുമില്ല. अपने कपड़े सीने के काम करती थी और വഫാത്തിന് ശേഷം പറയുന്നു, मदद नहीं लेती थी, बल्कि खानदान में बच्चों की तालीम ഞാൻ അവരുടെ വീട്ടിൽ ഹാജരായിരുന്നു. അവരുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരുന്നു. വഫാത്തിന് മുമ്പ് വസിയത്ത് ചെയ്തിരുന്ന എല്ലാം ജമാഅത്തിന് നൽകാൻ പറഞ്ഞിരുന്നു. की पैगाम आए थे, लेकिन आपने इनकार कर दिया कि मैं അവിടുത്തെ മിഷണറി ഇൻചാർജിന്റെ ഭാര്യ ബുഷ്റ ഷംസ് സാഹിബയും പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഗാധമായ സ്നേഹമായിരുന്നു. कहते हैं कि मैं आपके करीब मौजूद था ഒരു ദിവസം और आपके आखिर മരുന്ന് നൽകിയപ്പോൾ ഒരു കവിൾ മാത്രം കുടിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കവിൾ കുടിക്കുന്നതാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. आपने वसीयत की थी कि आपका तमाम मालो असबाब जमात के सुपुर्द कर दिया जाए। ഇതിനു മുമ്പ് നിരാകരിച്ചെങ്കിലും ഇത് കേട്ടയുടൻ 2 കവിളും കൂടി കുടിച്ചു. മൂന്നാമത്തെ ജനാസ ഗായിബ് നമസ്കാരം ഇബ്രാഹിം അബ്ദുൽ ബുഖാരി സാഹിബിന്റേതാണ്. 2014 ഡിസംബർ 14 63-ാമത്തെ വയസ്സിൽ വഫാത്ത. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. पिला रही थी तो उन्होंने एक घूंट लिया। ഇദ്ദേഹത്തിന് യുവത്വത്തിൽ 18-ാമത്തെ വയസ്സിൽ, അതായത് 1969 ബൈഅത്ത് ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ചു. ആ സമയത്ത് लेना पसंद അഹമ്മദിയ ജമാഅത്തിന് മിസ്രിലെ एक घूंट और पी लिया बावजूद पहले സദർ മഹമ്മൂദ് ബസൂനി സാഹിബും ആയിരുന്നു. तीसरा പരേതൻ गायब होगा मुकर्रम इब्राहिम अब्दुर्रहमान बुखारी साहब मिस्र का 3 ഖുലഫാക്കളുടെ കാലഘട്ടം കണ്ടിട്ടുണ്ട്. 63 साल की उम्र में മുഹമ്മദ് ബസൂത്തി സാഹിബ്, മുസ്തഫ സാഹിബ്, इन्होंने ഇൽമി ഷാഫി സാഹിബ് പോലുള്ള ആദ്യകാല അഹമ്മദികളുടെ 1969 में സുഹബത്തിൽ നിന്നും बैत की പ്രയോജനം കരസ്ഥമാക്കാൻ സാധിച്ചയാളാണ്. ബൈഅത്തിന് ശേഷം വീട്ടുകാരിൽ നിന്ന് പ്രയാസവും ബുദ്ധിമുട്ടുകളും ഏറ്റുവാങ്ങിക്കൊണ്ട് मरहूम ने 3 खुलफा का दौर ബൈഅത്തിന്റെ പ്രതിജ്ഞയിൽ मोहम्मद बसूनी പൂർണ്ണമായി ഉറച്ചുനിന്നു. ധൈര്യത്തോടും ആത്മാർത്ഥതയോടും साहब जैसे इब्तदाई अहमदियों की सोबत से मुस्तफीद हुए। പൂർത്തീകരിച്ചു. ഏതുവരെ അദ്ദേഹത്തിന് താക്കീത് अपने बावजूद अपने घर
നൽകി ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വിലക്ക് ഏർപ്പെടുത്തുന്നതാണ് എന്നുവരെ അവർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജോലിയിൽ നിരവധി പ്രയാസങ്ങളും തടസ്സങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ജോലി തുടരുന്നതിന് അദ്ദേഹത്തിന് ഒരു പെർമിറ്റിന്റെ ആവശ്യം നേരിട്ടിരുന്നു. അഹമ്മദിയായ കാരണത്താൽ അദ്ദേഹത്തെ പ്രയാസത്തിൽ അകപ്പെടുത്താൻ വേണ്ടി മാത്രം വളരെ താമസിച്ചാണ് അത് നൽകിയിരുന്നത്. മാനസിക ബുദ്ധിമുട്ട് കൂടാതെ ജോലിയിലും ഇത് വളരെയധികം സ്വാധീനമുണ്ടാക്കി. അതുകൂടാതെ വിവിധ കാരണം പറഞ്ഞ് പ്രയാസപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ അദ്ദേഹം ബലഹീനത ഒരിക്കലും കാണിച്ചിരുന്നില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടിൽ പോലും കൃത്യതയോടെ ചന്തയും സദക്കിയും നൽകിക്കൊണ്ടിരുന്നു. വിവാഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ തബ്ലീഗിലൂടെയും മാതൃകയിലൂടെയും അദ്ദേഹത്തിന്റെ ഭാര്യ ബയ്യത്ത് ചെയ്തു. 1988 കുടുംബത്തോടൊപ്പം നൈജീരിയയിലേക്ക് യാത്ര ചെയ്യുകയും ജമാഅത്തിന്റെ സ്കൂളിൽ 2.5 വർഷം അറബി ടീച്ചറായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. നമസ്കാര നിർവഹണത്തിലും ചന്ത നൽകുന്നതിലും കൃത്യത പാലിച്ചിരുന്നു. രോഗിയായിട്ടും അവസാന കാലത്ത് ജുമാ നമസ്കാരത്തിനായി കൃത്യമായി പള്ളിയിൽ വന്നിരുന്നു. ഇവിടെയും വരുമായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ ആത്മാർത്ഥയുള്ള മനുഷ്യനായിരുന്നു. ഖിലാഫത്തുമായി നല്ല ബന്ധമായിരുന്നു. പരേതൻ ഭാര്യ കൂടാതെ ഒരു മകൾ മറിയം സാഹിബ, 3 ആൺമക്കൾ അസീസാൻ, മഹമ്മൂദ്, മുഹമ്മദ്. ഇവർ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജന്മന അഹമ്മദികളാണ്. മകൾ വാഹിദയാണ്, അമേരിക്കയിൽ താമസിക്കുന്നു. ആൺമക്കൾ മഹമ്മൂദും മുഹമ്മദും UK-യിലുണ്ട്. ചെറിയ കുട്ടി മാതാവിനോടൊപ്പം മിസ്രിലാണ്. അള്ളാഹു എല്ലാവരുടെയും സ്ഥാനം ഉയർത്തുമാറാകട്ടെ, മഗ്ഫിറത്തും കാരുണ്യവും വർഷിക്കുമാറാകട്ടെ. ഇവരുടെ ബന്ധുമിത്രാദികൾക്കും ക്ഷമയും ശാന്തിയും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.